ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസൊന്നും വരാത്തത്. പക്ഷേ ഇനി തൊട്ട് വീഡിയോസൊക്കെ മാക്സിമം ഇടാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാൻറ്റാസ്റ്റിക് ഫോറിൽ ഒരു മേജറായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് നടന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഗാലാക്ടസിൻ്റെ കാസ്റ്റിംഗ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. സോ ഗാലാക്ടസായിട്ട് റാഫ് മൈക്കിൾ നിൽസൺ എന്നൊരു ആക്ടറാണ് അഭിനയിക്കാൻ പോകുന്നത്. അപ്പം അതിനെ പറ്റി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഗാലാക്ടസ് എങ്ങനെ വരും, എൻ്റെ ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവിയുമായി ബന്ധപ്പെട്ട വേറെ കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു റാഫ് മൈക്കിൾ എന്നൊരു ആക്ടർ വന്ന് എന്താ പറയുക, ഇദ്ദേഹം ഒരു ആക്ടറുമാണ്, കൂടാതെ ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റും കൂടെയാണ്. ആൻഡ് ഇദ്ദേഹം വന്ന് നിറയെ മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ദ വിച്ച്, ദ ഫസ്റ്റ് ഓമൻ, ഹാരി പോട്ടർ ആൻഡ് ദ ഡെഡ്ലി ഹാലോസ്, ഇങ്ങനെയുള്ള ചില മൂവീസിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 54 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവിയിലെ ഗാലക്ടസ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത്. സോ ഒരു ഗാലക്ടസ് എന്ന് പറയുന്ന ഒരു വലിയൊരു വില്ലനാണ്, വലിയൊരു ത്രെട്ടാണ്, യൂണിവേഴ്സിൻ്റെ തന്നെ വലിയൊരു ത്രെട്ടാണ്, ഒരു കോസ്മിക് ബീയിങ് ആണ് ഗാലക്ടസ് എന്ന് പറയുന്നത്. അപ്പം നിറയെ പേര് പ്രതീക്ഷിച്ചിരുന്ന ഒരു വില്ലനാണ് ഗാലക്ടസിനെ എപ്പം ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫൈനലി ഗാലക്ടസ് വരെയാണ് നമ്മുടെ ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവി തന്നെ. സോ ചില ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഫാൻറ്റാസ്റ്റിക് ഫോറിൽ ഗാലക്ടസ് വരുമെന്ന്. കാരണം ആൾറെഡി ഈ ഒരു ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവിയിൽ സിൽവർ സഫർ ഉണ്ട്, അതായത് ഒരു ഫീമെയിൽ സിൽവർ സഫറാണ് വരാൻ പോകുന്നത്. അപ്പറേ പ്രതീക്ഷിച്ചിട്ടുണ്ട്, കാരണം സിൽവർ സഫർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗാലക്ടസും കാണും. സോ അതേപോലെ നടന്നിട്ടുണ്ട്. സോ ഗാലക്ടസ് ഈസ് കമ്മിങ്. ഗാലക്ടസ് ആണ് മെയിൻ വില്ലൻ എന്ന് അറിഞ്ഞുകൂടാ, ബട്ട് എന്തായാലും ഗാലക്ടസ് ഈ മൂവിലുണ്ടാവും. കാസ്റ്റിങ്ങും കൺഫേം ആക്കിയിട്ടുണ്ട്. ഇനി ചില ആൾക്കാർക്ക് പറഞ്ഞ സംശയം തന്നെയാണ്, ഈ ഗാലക്ടസ് തന്നെയാണ് നമ്മുടെ MCUവിലും ഗാലക്ടസായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. കാരണം ഈ ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവി നടക്കുന്നത് മറ്റൊരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ്. സോ അവിടുത്തെ ഒരു ഫാൻറ്റാസ്റ്റിക് ഫോറിനെ നമ്മൾ കാണാൻ വേണം. പക്ഷേ എന്താണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, ഇതേ ഫാൻറ്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സ് തന്നെയാണ് നമ്മുടെ MCUവിലോട്ടും വരാൻ പോകുന്നത്. കാരണം ഇതേ കാസ്റ്റ് തന്നെയാണ് MCUവിലുള്ളത്. സോ ബട്ട് ഇപ്പോൾ ഇവർ ഉള്ളത് വേറൊരു യൂണിവേഴ്സിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു യൂണിവേഴ്സിൽ നിന്ന് ഇവർ നമ്മുടെ ഈ ഒരു MCU നമ്മുടെ യൂണിവേഴ്സിലോട്ട് വരാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ബ്രോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് നമ്മുടെ MCU ഉള്ളത് ഇപ്പോൾ മൾട്ടിവേഴ്സ് ആകെയിലാണ്, ഇൻകർഷനൊക്കെ വരാൻ പോവുകയാണ്. സോ അപ്പം ഇവരെന്തായാലും നമ്മുടെ യൂണിവേഴ്സിൽ വരാൻ പോവുകയാണ്, അത് ഉറപ്പ് തന്നെയാണ്. അപ്പം എങ്ങനെ ഇവർ വരുമെന്ന് ചോദിച്ചാൽ, ഈ ഗാലക്ടസിൻ്റെ മെയിനായിട്ടുള്ള പണി നമുക്കറിയാം, പുള്ളി വന്ന് ഓരോരോ പ്ലാനറ്റ്സിനെ തിന്നുന്നതിന് മെയിനായിട്ടുള്ള ജോലി. മേ ബി ഈ ഒരു ഗാലക്ടസ് വന്ന് ഇവരുടെ ആ ഒരു എർത്തിലോട്ട് വരാൻ പോവുകയാണ്. ഇവരെ എർത്ത് ചിലപ്പോൾ തിന്നാൻ വേണ്ടി വരാൻ പോണേക്കും. അതിന് എതിർത്ത് നിൽക്കുന്ന ഒരു സ്റ്റോറി ആവരുത്. സോ ചിലപ്പം ലാസ്റ്റ് ഇവർ തോക്കും, എന്തായാലും തോക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ആ എർത്തിനെ ഗാലക്ടസ് തിന്നുമെന്നാണ് തോന്നുന്നത്. അപ്പം വേറെ വരിയില്ലാതെ ഇവർ വന്ന് നമ്മുടെ MCUവിൻ്റെ ഓട്ട് പറഞ്ഞ രീതിയിലായിരിക്കും സ്റ്റോറി. ചിലപ്പം ഇവരെ കൂടെ ചേർന്ന് ഈ ഗാലക്ടസും കൂടെ നമ്മുടെ MCUവിൽ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഇതുവരെയായിട്ട് നമ്മുടെ MCUവിൽ ഗാലക്ടസ് ഉള്ളതിലായിട്ട് ഒരു ടീസും ഇല്ല. സോ ഗാലക്ടസ് MCUവിൽ ഇപ്പോൾ ഉണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു വന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതുവരെയായിട്ട് ഗാലക്ടസ് MCUവിൽ ഇല്ലാത്ത രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഒരു റെഫറൻസും ഇല്ല, സിൽവർ സഫറും ഇല്ല. സോ അപ്പം പെട്ടെന്ന് ഇവരുണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ ചിലപ്പോൾ ഈ ഫാൻറ്റാസ്റ്റിക് ഫോർ വരുമ്പോൾ അവരെ കൂടെ ചേർന്ന് ഈ ഗാലക്ടസ് നമ്മുടെ MCUവിലോട്ട് വരാം. ഇനി ചില ആൾക്കാർക്ക് പറഞ്ഞ പേടി എന്താണെന്ന് വെച്ചാൽ, അപ്പം ഈ ഒരു ഫീമെയിൽ സിൽവർ സഫർ ആയിരിക്കും നമ്മുടെ MCUവിലും സിൽവർ സഫറായിട്ട് വരാൻ പോകുന്നത് ചില ആൾക്കാർക്ക് ഡൗട്ട് വരാൻ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഈ ഒരു യൂണിവേഴ്സിൽ മാത്രമായിരിക്കും ഫീമെയിൽ സിൽവർ സഫർ. ബട്ട് നമ്മുടെ ഗാലക്ടസ് MCUവിലോട്ട് വരുമ്പം പുള്ളി ചിലപ്പോൾ ഇവിടെ വന്നൊരു പുതിയൊരു സിൽവർ സഫറിനെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഒരു മെയിൽ സിൽവർ സഫർ നമ്മൾ കോമിക്സിലുള്ള പോലെ. ചിലപ്പം ആ ഒരു യൂണിവേഴ്സിലുള്ള ഫീമെയിൽ സിൽവർ സഫർ പല സാക്രിഫൈസും ചെയ്ത് ഡെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഗാലക്ടസ് നമ്മുടെ യൂണിവേഴ്സിൽ വരുമ്പോൾ പുള്ളിക്കും ഒരു ഹെറാഡ് വേണമല്ലോ. അപ്പം ഉറപ്പായിട്ടും ഒരു സിൽവർ സഫറിനെ പുള്ളിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പം കോമിക് അക്യുറേറ്റ് ആയിട്ടും വരാനും ചാൻസസ് ഉണ്ട്. സോ മിക്കവാറും ഇങ്ങനെ വല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഉള്ള മൾട്ടിവേഴ്സ് സാഗ അവസാനിച്ചിട്ട് പിന്നീട് ഒരു കോസ്മിക് സാഗ സ്റ്റാർട്ടാവാൻ ചാൻസസ് ഉണ്ട്. അതിൽ ഗാലക്ടസിനെ വെച്ച് പോകാൻ ചാൻസസ് ഉണ്ട്. ഗാലക്ടസ് ഒരു വലിയ വില്ലനായിട്ട് പുഷ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഗാലക്ടസ് വരാൻ പോവുകയാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗാലക്ടസിനെ കാണാൻ വേണ്ടി. സോ ഒരു വലിയ വില്ലനാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഈ ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, പ്രത്യേകിച്ച് ഗാലക്ടസിനെ കാണാൻ വേണ്ടി ആരൊക്കെ വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.